ഇന്ന് ഞാനും റിതിമായിട്ട് ചെറിയൊരു ഷൂട്ടിന് വരുന്ന സാധനത്തിന്റെ പേജിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവണ്ടാവില്ല. കാസർഗോഡ് ഇറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ 2 ബോൾ എന്റെ ബാക്കിൽ ഉരുണ്ടുവരുന്നു. ഹൈറ്റ് കൂടിപ്പോയത് അവരുടെ കുറ്റം. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്കോർ പോയി വാഷ്റൂം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതിന് പിന്നെ കുറച്ചല്ല എല്ലാത്തിനും ടൈം. ആള് പോകണ്ട് ക്ഷമിച്ചു സഹിച്ചു നിന്നു. സ്വന്തം ആവശ്യമായി ഞാനും ആളും തമ്മിൽ പഴയൊരു ചെറിയ വേറെ ഒന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സിന്റെ പ്രൊമോഷൻ ചെയ്ത ആളുടെ പേജിന്, അതും 1-2 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ നമ്മൾ ഇന്ന് ഷൂട്ടൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ ഇത്ര പണിയുള്ളൂ. പക്ഷെ അതിന്റെ പിന്നിലുള്ള സ്ട്രഗിൾസ് ആണ് നിങ്ങൾ വന്നെ. ആളുടെ വ്ളോഗിലിട്ട് ആളുടെ ഗേൾഫ്രണ്ട് ഇട്ടിട്ട് പോകും പറഞ്ഞിട്ട് സങ്കടം പറയുന്നത് കാണാനുള്ള പോലെ തന്നെ ക്യൂട്ടാണ് ആളുടെ. അങ്ങനെ വീഡിയോ എടുക്കൽ കഴിഞ്ഞത് ഞങ്ങളുടെ ഫുഡ് കോർട്ട് മാടി വിളിക്കാൻ. ആള് ചെറിയ പുള്ളിയൊന്നല്ല, എന്താ വലിയ ബിസിനസ് മാൻ. അതുകൊണ്ട് ഫുൾ ടൈം ഫോൺ. അങ്ങനെ നമ്മൾ ചിക്കൻ പോയി എന്ത് വേണോ പറഞ്ഞു. പക്ഷെ നമ്മൾ അധികം ഒന്നും പറഞ്ഞില്ല. എത്രയും തന്നെ കൈയൊക്കെ ചൂടാക്കി ഇതാക്കൊന്നും കിട്ടായിരുന്നു ആളുടെ ഭാഗ്യം. അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ പ്രാദേശികമായി കാസർഗോഡ് വേറെ 2 പിന്നെ ഫുൾ അങ്ങോട്ട് കാസർഗോഡ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇന്നലെ ഞാൻ കണ്ട ഷമാസിന് താടി മെഷീൻ ഇന്ന് നോക്കാം. താടി മെഷീൻ സീക്രട്ട് അറിയണമെങ്കിൽ ചെക്കിന് വേഗം മെസ്സേജ് ചോളി. അതൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിലും വെടി കൂടി ഇതൊക്കെ നന്നായിട്ട് നടക്കും. ഞാനായിട്ട് എന്തിനൊക്കെ കുറയ്ക്കുന്നു. ഇതാണ് നോക്കാം. 4 ചിക്കൻ കഴിച്ച ബലൂണിൽ കാറ്റടിച്ചു അങ്ങോട്ട് വീർത്തിക്കണു. അൽഹംദുലില്ലാ. അതൊക്കെ ഇനി നമ്മൾ അവിടെ നിന്ന് പെരുമഴയത്ത് പൂട്ടിട്ട് വന്ന ഞങ്ങളാണ് ഞങ്ങളുടെ ഹീറോ. ഇതാ ഒന്നിന്റെ പേളിമണി പണ്ട് തുപ്പി നോക്കി പൊക്കി വെക്കണ ഹെയർസ്റ്റൈൽ. പാവം പേടിച്ചു. അപ്പം വഴി തെറ്റണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്രയുള്ളൂ. കഥ ചെയ്യാൻ മറക്കല്ലേ. ചാച്ചാ ബൈ, സീ യു.